സമൃദ്ധി നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 65-ാമത്തെ സങ്കീർത്തനമാണ്, 13 വചനങ്ങൾ. ദൈവം നൽകുന്ന സമൃദ്ധിയെക്കുറിച്ച് ജനങ്ങൾ ഒത്തൊരുമിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. ജനങ്ങൾ ഒത്തൊരുമിച്ച് വത്സരത്തിലെ ഫലസമൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സങ്കീർത്തനത്തിലൂടെ സ്രഷ്ടാവായിട്ടുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എല്ലാ സൃഷ്ടികളിലൂടെയും ദൈവം തൻ്റെ മഹിമയെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിന് ജനമെല്ലാം നന്ദി പറയുകയാണ്. ഭൂമിയുടെ സകല അതിർത്തികൾ വരെയും നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മനുഷ്യന് കഴിയണം. ഒരുപക്ഷെ നമുക്കിങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം, ഈ സങ്കീർത്തനം ആരാധനയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമായിരിക്കാം. കാരണം വളരെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനകളും സംഗീത ഉപകരണങ്ങളുടെ മനോഹര നാദങ്ങളുമെല്ലാം ഇവിടെ പ്രതിധ്വനിക്ക് കാണുന്നുണ്ട്. ദൈവം തന്നെ ജനത്തിനു നൽകിയ അനന്തമായിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് ഈ സങ്കീർത്തനത്തിൽ. ദൈവം അവിടുത്തെ സൃഷ്ടികളിലൂടെ അവിടുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മളെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവെ ഇറങ്ങി വന്ന് അങ്ങയെ സ്തുതിക്കുവാനായിട്ട് ഞങ്ങളെ യോഗ്യരാക്കണം. ഇന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യത്തിലൂടെയും കർത്താവെ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നീയാണ് ഞങ്ങൾക്ക് സമൃദ്ധി നൽകുന്നത് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ മടുക്കാതെ, മനസ്സ് മടുക്കാതെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.